നമ്മുടെ എല്ലാം ജീവിതം മുന്നോട്ട് പോകുന്നത് കേവലം രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ്. കർമ്മം ചെയ്യുക, ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക. നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന സുഖവും ദുഃഖവുമാണ് നാം ഓരോരുത്തരും അനുഭവിക്കുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ജന്മത്തിൽ ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും ഇത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന്. എന്നാൽ നാം അനുഭവിക്കുന്ന ഓരോന്നും ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മങ്ങളിലോ നാം ചെയ്ത കർമ്മത്തിൻ്റെ തന്നെ ഫലങ്ങളായിരിക്കും. ശരിയായി വിലാസം എഴുതി അയച്ച കത്തുപോലെയാണ് കർമ്മഫലം. ഏത് ജന്മത്തിൽ ചെയ്ത കർമ്മമായാലും വൈകിയായാലും അതിൻ്റെ ഫലം അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് തന്നെ വന്നു ചേരും. അതിനാൽ ശ്രദ്ധയോടെയും വിവേകത്തോടെയും നമ്മുടെ ഓരോ കർമ്മത്തെയും അനുഷ്ഠിക്കുന്നവർക്ക് സംതൃപ്തമായ ഒരു ജീവിതം തീർച്ചയായും ഉണ്ടാവും. ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. എന്നാൽ കർമ്മങ്ങളിൽ ശ്രദ്ധയും വിവേകവും ഉണ്ടായാൽ ഒരു പരിധിവരെ ദുഃഖങ്ങളെ ഒഴിവാക്കാനും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അളവ് കൂട്ടാനും നമുക്ക് കഴിയും.